ഓൾ, ദിസ് ഇസ് സാറ്റർഡേ മോർണിംഗ്. ഇന്നത്തേക്ക് ചോറും കറികളും ഒക്കെ ഇരുന്നതുകൊണ്ട് ഇന്നലെ രാത്രി കിടന്നപ്പോൾ അലാം 7:30 ആക്കിയിരുന്നു. അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മൺഡേ ടു ഫ്രൈഡേ സെറ്റ് ചെയ്തിരുന്ന അലാമിന്റെ ടൈമാണ് മാറിയത്. സാറ്റർഡേ വർക്കിംഗ് ആണ്. 8:15 കണ്ണ് തുറന്നത്. ഇനി ഇപ്പൊ ന്യൂഡിൽസ് തന്നെ ശരണം. കഴിഞ്ഞ ദിവസം ഈ ഒരു റാക്ക് എന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടി കേട്ടോ. അതിൻ്റെ അകത്തിരുന്ന 2-3 പാത്രം വന്ന് വീണത് കുക്കുവിന്റെ ലഞ്ച് ബോക്സിലാണ്. അതങ്ങ് പൊട്ടി. ഇത് നമ്മുടെ പുതിയ ലഞ്ച് ബോക്സ് ആണ്. ഈ ഒരു ക്യാപ്പിന് മൊത്തത്തിൽ ഒരു 6 ലോക്ക് ഉണ്ട്. കുക്കറിന്റെ വാഷറൊക്കെ ഇളക്കുന്ന പോലെ കത്തിയോ ഫോക്കോ കൊണ്ട് ഈ ഒരു വൈറ്റ് വാഷർ ഇളക്കി ക്ലീൻ ചെയ്താൽ അതിനിടയിൽ അഴുക്കുണ്ടാവത്തില്ല. ഇപ്പം എനിക്ക് നേരമില്ല, അല്ലെങ്കിൽ ഞാൻ ഇളക്കി കാണിച്ചു തന്നേനെ. ടോപ്പ് നല്ല തിക്ക് പ്ലാസ്റ്റിക് ആണ്. ഉള്ളിലുള്ളത് 3 കമ്പാർട്ട്മെന്റിന്റെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ്. അതിനും നല്ല കട്ടിയൊക്കെ ഉണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഒരു സ്പൂണും 2 ചോപ്പ് സ്റ്റിക്സും വരുന്നുണ്ട്. ചോപ്പ് സ്റ്റിക്സ് അവൻ എന്തായാലും യൂസ് ചെയ്യത്തില്ല. നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള അടിപൊളി ഒരു സ്പൂൺ. പക്ഷേ സ്പൂൺ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ പാത്രം ഇങ്ങനെ ഇളക്കി മാറ്റിയിട്ട് സ്പൂൺ എടുക്കേണ്ടി വരത്തില്ലേ. അതുകൊണ്ട് ഞാൻ സ്പൂൺ ഇങ്ങനെ വെളിയിൽ വെച്ച് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. എനിക്ക് സമയമില്ല എന്ന് സെൻസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് പാല് പൊങ്ങി പോവാറുള്ളത്. ഇന്നും അത് തന്നെ സംഭവിച്ചു. അവന് കൊണ്ടുപോകാനായിട്ട് 3 കാടമുട്ടയും കൂടെ ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. ലഞ്ചിൽ നിന്ന് ന്യൂഡിൽസും നഗറ്റ്സും ഫ്രൈസും പൊരിച്ചതും പിന്നെ കാടമുട്ട പുഴുങ്ങിയതും. അത് വെറുതെ കൊടുത്താൽ അവൻ തിന്നത്തില്ല. ഉപ്പും മുളക് പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ തൂവി കൊടുക്കണം. നൂഡിൽസ് അവൻ ഫോക്ക് കൊണ്ടേ കഴിക്കത്തുള്ളൂ, സ്പൂൺ യൂസ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ അവന്റെ പഴയ ഒരു ഫോക്ക് എടുത്ത് അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇതുവരെയും ഒരു കുഴപ്പവും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ ഒരു സ്നാക്സ് ബോക്സ്. പക്ഷേ അത് കമന്ന് വീണ് നിലുവിട്ട് ഉരച്ചതിന്റെ ചെറിയൊരു സ്ക്രാച്ച് അതിലുണ്ട്. സ്നാക്സിൽ നിന്ന് ഒരു ചെറിയ പീസ് ബ്രൗണി, ഒരു ഓറിയോ, ഒരു ബോൺവിറ്റ ബിസ്ക്കറ്റ്, കുറച്ച് വാൾനട്ട്സ്, പിന്നെ കുറച്ച് പിസ്താസും. ഇന്നത്തെ സ്നാക്സും ലഞ്ചും ഒക്കെ കാണുമ്പോൾ കുക്കുസാറിന് മിക്കവാറും കുളിര് കൂരും കേട്ടോ. ഇനി അങ്ങോട്ട് ഞാൻ എന്നും ലേറ്റായിട്ട് എണീക്കണേന്ന് അവൻ വേണമെങ്കിൽ പ്രാർത്ഥിക്കും. അങ്ങനെ സമയം 8:45. ഇനി വേറെ ഒരു ഓപ്ഷനും ഇല്ല. ബ്രെഡ് അങ്ങോട്ട് എടുക്കുക. പൈനാപ്പിൾ ജാം എനിക്കാണ്, കുക്കുവിന് മിക്സഡ് ഫ്രൂട്ട് ജാം, പിന്നെ 2 പേർക്കുള്ള പാലും കൂടെ ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇന്നലത്തെ ചോറുണ്ട്, മീൻകറിയുണ്ട്, ഇത്തിരി പച്ചക്കറിയുണ്ട്, വറുത്തതൊന്നും ഇരിപ്പില്ല. കുറച്ച് മത്തിയുമായിട്ട് അമ്മ പുറപ്പെട്ടിട്ടുണ്ട്, ഇങ്ങെത്തും. കുക്കുവിനെ വിളിച്ചുണർത്തി ബ്രഷ് ചെയ്യാൻ പറഞ്ഞ് വിട്ടിട്ടാണ് ഞാൻ കോഫി കുടിക്കാനായിട്ട് മേലെ പോയത്. അപ്പോഴേക്ക് അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മ ഇനി മത്തിയൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് വറുത്ത് വെച്ചേക്കും. ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ട് എനിക്ക് വലനുള്ള ചോറ് ഫ്രിഡ്ജിൻ്റെ അടുത്ത് അവൻ്റെ വെച്ച് ചൂടാക്കി കഴിച്ചാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളതേ സ്കൂളിലോട്ട്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം.